ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पति गोपेश गोपिका कान्द राधा कान्द नमोस्तुते। सप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थम एक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूप स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौरा भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ശ്രീ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. ചൈതന്യ ചരിതാമൃത ആദ്യ ലീല രണ്ടാമത്തെ അധ്യായം 61-ാമത്തെ ശ്ലോകം മുതൽ. അവതാരി നാരായണ കൃഷ്ണാവതാര എൻഹ ചതുർഭുജ എൻഹ മനുഷ്യാകാരാം. അവതാരി നാരായണ കൃഷ്ണാവതാരാം തെൻഹ ചതുർഭുജ എൻഹ മനുഷ്യാകാരാം. ഹരേ കൃഷ്ണ. अवतारी नारायण तेन्ह चतुर्भुज इन्ह मनुष्य आकार. हरे कृष्ण. താളമുടി. ഹരേ हरे കൃഷ്ണ. कृष्ण प्रभु अवतारी नारायण कृष्ण अवतार तेन्ह चतुर्भुज इन्ह मनुष्य आकार. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. നാരായണൻ ചതുർഭുജനും കൃഷ്ണൻ മനുഷ്യാകാരനുമായതിനാൽ നാരായണനാണ് മൂല ഈശ്വരനെന്നും കൃഷ്ണൻ ഒരു അവതാരം മാത്രമാണെന്നും അവർ പറയുന്നു. Haribol. Because Narayana has 4 hands, whereas Krishna looks just like a man, they say that Narayana is the original God, whereas Krishna is but an incarnation. ഇത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ആരാണ് ഭഗവാൻ ചോദിച്ചാൽ നാരായണൻ അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയും, അല്ലേ? കാരണം നമുക്കറിയാം, ഈവൻ ക്രിയേഷനും വിഷ്ണു എന്നാണ് വരുന്നത്. എല്ലാ ബ്രഹ്മാണ്ടങ്ങളും വിഷ്ണു എന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആരാണ്? തീർച്ചയായിട്ടും വിഷ്ണു അല്ലെങ്കിൽ നാരായണൻ. ആ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ നാരായണന്റെ ഒരു അവതാരമാണ് കൃഷ്ണൻ. കാരണം കൃഷ്ണൻ 2 കൈയുള്ളൂ. മറ്റത് നാരായണനോ അല്ലെങ്കിൽ വിഷ്ണു 4 കൈയുണ്ട്. അപ്പോൾ ആരാണ് ഭഗവാൻ? വിഷ്ണു അല്ലെങ്കിൽ നാരായണൻ. അപ്പോൾ കൃഷ്ണൻ മനുഷ്യരൂപത്തിലാണ് വന്നിരിക്കുന്നത്. കൃഷ്ണൻ ഭഗവാന്റെ, കാരണം 4 കൈയായിട്ട് ഇവിടെ വന്നാൽ ആർക്കും മനസ്സിലാവില്ല. പിന്നെ അതുമല്ല, ആ ലീലകള് പാടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ 4 കൈയായിട്ട് വന്നാൽ എല്ലാവർക്കും ഭയഭക്തിയാണ് ഉണ്ടാവുക.
സ്നേഹം ഉണ്ടാവില്ല, പ്രേമം ഉണ്ടാവില്ല, ഭയം. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമാണ്. കൃഷ്ണൻ എന്തായിട്ട് വന്നു? മനുഷ്യരൂപത്തിൽ വന്നു. അത് ആക്ച്വലി ഭഗവാന്റെ രൂപമല്ല എന്നാണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണ, മിസ്കൺസെപ്ഷൻ. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമ്മൾ പറഞ്ഞിരുന്നു. ഇത് മാത്രമല്ല, ഭാഗവതത്തിലുടനീളം ഭഗവത്ഗീതയിലുടനീളം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കൃഷ്ണ ഇൻ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പൂർണ്ണപുരുഷോത്തമ ഭഗവാൻ. ഇപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ചൈതന്യ അല്ലെങ്കിൽ ഭാഗവത് എന്ന് പറഞ്ഞ ക്ലാരിറ്റിയോട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഭഗവാൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പൂർണ്ണപുരുഷോത്തമ ഭഗവാൻ, അബ്സല്യൂട്ട് ട്രൂത്ത്, സത്യം എന്താണ്? ടു ഹാൻഡഡ് ഫോം. ഹരേ ടു കൃഷ്ണ ഹാൻഡഡ് പ്രഭു. ഫോം. ഹരേ കൃഷ്ണ. തിരിയണുണ്ടായി. സൗണ്ട് ക്ലിയർ അല്ല പ്രഭുജി. ഓക്കെ, എല്ലാ ദിവസവും ഉള്ളതാണുള്ളത്. ഇപ്പൊ കുഴപ്പമില്ല, നേരത്തെ ഹരേ പറഞ്ഞപ്പോ. കൃഷ്ണ. അതെ, ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ. കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ചുരുക്കത്തില് നമ്മളെല്ലാവരും, മിക്ക ആൾക്കാരും ഇതാണ്, ഈ തെറ്റിദ്ധാരണയാണ്. നാരായണൻ അല്ലെങ്കിൽ വിഷ്ണു ആണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, പരമസത്യം ആണ്. പക്ഷെ കൃഷ്ണൻ ആ ഭഗവാന്റെ ഒരു എക്സ്പാൻഷനാണ്, അവതാരമാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. പക്ഷെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്ലാനറ്റ് നമ്മുടെ സ്പിരിച്വൽ വേൾഡ് ഗോലക വൃന്ദാവൻ. ആ ഗോലക വൃന്ദാവനത്തിൽ ഭഗവാന്റെ രൂപം 2 ഹാൻഡഡ് ഫോമാണ്. ഈവൻ അർജുനും കൂടി ഭഗവത്ഗീതയിലെ വിരാട് രൂപം കണ്ട ശേഷം പേടിച്ചിട്ട് 4 ഹാൻഡഡ് ഫോമിൽ വരാൻ പറഞ്ഞു. എന്നിട്ട് അതിന് ശേഷം ഒറിജിനൽ 2 ഹാൻഡഡ് ഫോമിൽ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ഇതൊന്നെല്ലാം ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃത എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഭഗവാൻ കൃഷ്ണനാണ്, 2 ഹാൻഡഡ് ഫോമാണ്. വൈകുണ്ഠത്തിലെ ആ ഭഗവാന്റെ എക്സ്പാൻഷൻ ആണ് 4 ഹാൻഡഡ് ഫോം ഓഫ് നാരായണ എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Some scholars argue that because Narayana has 4 hands, whereas Sri Krishna has only 2, Narayana is the original personality of God and Krishna is his incarnation. Such unintelligent scholars do not understand the features of absolute. അപ്പോൾ ചില സ്കോളേഴ്സ്, പണ്ഡിതന്മാര്, നാരായണന് 4 കൈയുള്ളത് കൊണ്ട് അദ്ദേഹമാണ് ഭഗവാൻ, കൃഷ്ണൻ 2 കൈയുള്ളതുകൊണ്ട് അദ്ദേഹം ഇൻകാർണേഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഈ മിസ്കൺസെപ്ഷനാണ് ഇവിടെ കവിരാജ് ഗോസ്വാമി നമ്മളെ മാറ്റിത്തരുന്നത്. അത് ഭാഗവതത്തിലുമുണ്ട്, അതേപോലെ ഭഗവത്ഗീതയിലും നമുക്ക് മനസ്സിലാക്കാം, ചൈതന്യ ചരിതാമൃതത്തിനും എല്ലാത്തിനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃഷ്ണൻ ഈസ് ദ ഒറിജിനൽ സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത്. ഏ മാതേ നാനാരൂപ കരേ പൂർവപക്ഷ താഹാരേ നിർജിതേ ഭഗവത പദ്യദക്ഷ. ഏ മാതേ മാനരൂപ കരേ പൂർവപക്ഷ അൻഹാരേ നിർജിതേ ഭാഗവത പദ്യദക്ഷ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏ മതേ നാനാരൂപ കരേ പൂർവപക്ഷ താഹാരേ നിർജിതേ ഭാഗവത പദ്യ ദക്ഷ. ഹരേ പോ. ഒരാളും കൂടി. ഹരേ കൃഷ്ണ. ഏയി മതേ നാനാരൂപ കരേ പൂർവപ താഹാരേ നിർജിതേ ഭാഗവത പദ്യദക്ഷ. വിവർത്തനം ശ്രീ ശിവാനന്ദ സ്വാമി ശിലപ്രഭുപാദ് കി ജയ്. ഇപ്രകാരം അവരുടെ വാദങ്ങൾ വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഭാഗവത കാവ്യം അവയെ എല്ലാം വിദഗ്ധമായി ഖണ്ഡിക്കുന്നു. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദ് കി ജയ്. Very good. In this way, their arguments appear in various forms, but the poetry of the Bhagavatam expertly refutes them all. ഇപ്പോൾ എന്താണ് കവിരാജ് ഗോസ്വാമി പറയുന്നത്? അതേപോലെ അങ്ങനത്തെ കുറേ പണ്ഡിതന്മാരുണ്ട്, തെറ്റിദ്ധാരണ, മിസ്കൺസെപ്ഷനിൽ വിഷ്ണു അല്ലെങ്കിൽ നാരായണനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഗോഡ്, ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്നുള്ള തെറ്റിദ്ധാരണ. അപ്പം അങ്ങനെ ഒരുപാട് അതേപോലുള്ള ഒരുപാട് ആർഗ്യുമെന്റ്സ് നമുക്ക് കാണാം ഇൻ വേരിയസ് ഫോംസ്. പക്ഷേ ഭാഗവതം അതിനെല്ലാം റെഫ്യൂട്ട് ചെയ്യുന്നു. ആ തെറ്റിദ്ധാരണകളെല്ലാം ജസ്റ്റ് ലൈക്ക്
സണ്ണിന്റെ when the sun arises അല്ലേ, അതായത് സൂര്യൻ ഉദിച്ചാൽ നമുക്കെല്ലാം ക്ലാരിറ്റിയോട് കാണാം. അതേപോലെ ഭാഗവതമാകുന്ന അർക്ക അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോൾ നമുക്കെല്ലാം ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഭാഗവതം അതിനെല്ലാം റെഫ്യൂട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വദന്തി തത്വവിദ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി സത്യതേ. വദന്തി തത്വവിദ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി സത്യതേ. ഇപ്പോൾ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വദന്തി തത്ത്വവിദാസ് തത്വം യജ് ജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി സത്യതേ. ഹരേ കൃഷ്ണ. കൂടി ഹരേ കൃഷ്ണ പ്രഭു പ്രണാം. വദന്തി തത്വവിദസ്തത്വം വിജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശിലപ്രഭുപാദ് കി ജയ്. പരമസത്യത്തെ അറിയുന്ന അതീന്ദ്രിയവാദികൾ ഈ അദ്വൈജ്ഞാനത്തെ ബ്രഹ്മം, പരമാത്മാവോ, ഭഗവാൻ എന്നിങ്ങനെ വിളിക്കുന്നു. ഹരേ കൃഷ്ണ. Haribol. Learned transcendentalists who know the absolute truth say that it is non-dual knowledge and is called impersonal Brahman, the localized Paramatma, and the personality of Godhead. അപ്പോൾ പണ്ഡിതന്മാര് ഈ പരമസത്യത്തെ എന്താണ് പറയുന്നത്, 3 ഫീച്ചേഴ്സിലാണ് മനസ്സിലാക്കുന്നത്. ഇത് നമ്മളുടെ ശ്രീമദ് ഭാഗവതത്തിലത്തെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഭഗവാന്റെ 3 ഫീച്ചേഴ്സ്, ബ്രഹ്മൻ, പരമാത്മ ആൻഡ് ഭഗവാൻ. അപ്പോൾ ലേണഡ് ട്രാൻസെൻഡ് പണ്ഡിതന്മാര് ഇതാണ് ഈ സത്യത്തെ 3 ഫീച്ചേഴ്സിൽ മനസ്സിലാക്കുന്നു: ബ്രഹ്മൻ, പരമാത്മ ആൻഡ് ഭഗവാൻ. പക്ഷെ ഇതേ സത്യം പാർട്ട്ലി ജ്ഞാനികൾ മനസ്സിലാക്കുന്നു, പാർട്ട്ലി യോഗികൾ മനസ്സിലാക്കുന്നു, ഭക്തന്മാര് ഈ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. ജ്ഞാനികൾ ആദ്യത്തെ മാത്രം ബ്രഹ്മൻ, അത് അത്രേ അവർക്ക് അറിവുള്ളൂ, അതേ മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ രണ്ടാമത്തെ ആസ്പെക്ട് പരമാത്മ, ഇത് യോഗികൾ, ബ്രഹ്മനും പരമാത്മ അവർ കൂടി. പക്ഷെ ഭക്തന്മാർക്ക് 3 ഫീച്ചറും മനസ്സിലാവും. അതിന് ഭഗവാനാണ് ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പരമസത്യം. ആ ഭഗവാന്റെ 2 മറ്റ് ഫീച്ചേഴ്സാണ് ബ്രഹ്മനും ലോക്കലൈസ് പരമാത്മാവും എന്ന് ഒരു ഭക്തന് മാത്രമേ ഈ പൂർണ്ണമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൂ. ഫുൾ നോളേജ്, കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്. മറ്റതെല്ലാം പാർഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ജ്ഞാനികളുടെയും യോഗികളുടെയും. ദിസ് ടെക്സ്റ്റ് ഈസ് ഫ്രം ശ്രീമദ് ഭാഗവതം 1.2.11. सुना भाई ये श्लोक करह विचारा एक मुख्य तत्व तीन ताहार प्रचारा. सुना भाई से श्लोक करह विचारा एक मुख्य तत्व तीन ताहार प्रचारा. हरे कृष्णा. ഹരേ കൃഷ്ണ. ശുനഭേ ശ്ലോക കരഹ വിചാര ഏകമുഖ്യ തത്വജ്ഞ തഹര പ്രചാര. ഹരേ കൃഷ്ണ. हरे कृष्ण. കൂടി ഹരേ കൃഷ്ണ. സുനഭായി ശ്ലോക കരഹ വിചാര ഏക മുഖ്യ തത്വത്തിന് താഹാര പ്രചാര. വിവർത്തനം വായിക്കട്ടെ പ്രഭു. വായിച്ചു. വിവർത്തനം. അല്ലയോ പ്രിയ സഹോദരന്മാരെ, ദയവായി ഈ ശ്ലോകത്തിന്റെ വിശദീകരണം കേൾക്കൂ. ഒരേ ആദിസത്തയാണ് ഈ 3 സവിശേഷ ഭാവങ്ങളിൽ അറിയപ്പെടുന്നത്. ഹരിബോൾ. Haribol. My dear brothers, kindly listen to the explanation of this verse and consider its meaning. The one original entity is known in its 3 different features. അപ്പോൾ എന്താണ് കവിരാജ് ഗോസ്വാമി പറയുന്നത്? അതായത് അഡ്രസ് ചെയ്യുന്ന സഹോദരങ്ങളെ, ഇതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ, എക്സ്പ്ലനേഷൻ, വിശദീകരണം കേൾക്കാൻ. ഒരേ ഒരു പരമസത്യം, അതിൻ്റെ 3 പ്രത്യേക ഭാവങ്ങൾ, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, അത് മനസ്സിലാക്കാനത്. ദ വൺ ഒറിജിനൽ എൻറ്റിറ്റി ഈസ് നോൺ ഇൻ ഇസ് 3 ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാം കൂടി ഒറ്റ വൺ എൻറ്റിറ്റിയാണ്, വൺ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹാവിങ് 3 ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്: ബ്രഹ്മൻ, പരമാത്മ ആൻഡ് ഭഗവാൻ. സോ ബ്രഹ്മനിൽ ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ,
പരമാത്മാവിൽ ബ്രഹ്മനും പരമാത്മാവും ഉണ്ട്. അതേപോലെ ഭഗവാനിൽ ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ, ഇത് മൂന്നും അടങ്ങിയിട്ടുണ്ട്. അദ്വയജ്ഞാന തത്വ വസ്തു കൃഷ്ണേര സ്വരൂപ ബ്രഹ്മ ആത്മാ ഭഗവാൻ തീന തണ്ഡ രൂപ. അദ്വയജ്ഞാന തത്വ വസ്തു കൃഷ്ണേര സ്വരൂപ ബ്രഹ്മ ആത്മാ ഭഗവാൻ തീന തണ്ഡ രൂപ. ഹരിബോൾ. ഹരേ കൃഷ്ണ. അദ്വയ ജ്ഞാന തത്വ വസ്തു കൃഷ്ണര സ്വരൂപ ബ്രഹ്മ ആത്മാ ഭഗവാൻ തേന തനര രൂപ. ഹരേ കൃഷ്ണ. ഒരാൾ കൂടി. ഹരേ കൃഷ്ണ. വായിച്ചു. ആരെ വായിക്കുന്നുണ്ടോ മാതാജി? ഹരേ കൃഷ്ണ. അദ്വയജ്ഞാന തത്വവസ്തു കൃഷ്ണര സ്വരൂപ ബ്രഹ്മ ആത്മ ഭഗവാൻ തിന താൻഡ്ര രൂപ. വിവർത്തനം. കൃഷ്ണ ഭഗവാൻ സ്വയം അദ്വയനായ നിരപേക്ഷ സത്യമാകുന്നു. അവിടുന്ന് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നീ മൂന്ന് സവിശേഷതകളിൽ പ്രത്യക്ഷനാകുന്നു. ഹരിബോൾ. ഹരിബോൾ. Lord Krishna himself is the one undivided absolute truth, Advayam, the ultimate reality. He manifests himself in three features as Brahman, Paramatma, and Bhagavan. In the verse from Srimad Bhagavatam cited above 1.2.11, the principal word Bhagavan indicates the personality of Godhead, and Brahman and Paramatma are concomitants deduced from the absolute personality, as a government and its ministers are deductions from the supreme executive head. നല്ലൊരു ഉദാഹരണമാണ് പറയുന്നത്. ഗവർണറും ഗവർണൻസും, അതേപോലെ ഭഗവാൻ കൃഷ്ണനും ഭഗവാന്റെ ശക്തിയും, അതേപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിനിസ്റ്റേഴ്സ് ആസ് എ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് മിനിസ്റ്റേഴ്സ് ആർ ഡിഡക്ഷൻസ്. ഇപ്പോൾ സുപ്രീം പ്രസിഡന്റ്, ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഉദാഹരണത്തിന് പ്രസിഡന്റ് എടുക്കാം. ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ്, അദ്ദേഹമാണ് എല്ലാറ്റിൻ്റെയും തലവൻ, അല്ലെ, എല്ലാറ്റിൻ്റെയും കാരണക്കാരൻ എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള, അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനുള്ള പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, അല്ലെ, ആൻഡ് മിനിസ്റ്റേഴ്സ്. അതെല്ലാം എവിടുന്ന് വരുന്നു? ദിസ് ഒറിജിനൽ പേഴ്സൺ പ്രസിഡന്റ്. അതേപോലെ ഭഗവാൻ കൃഷ്ണന്റെ ആ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഫോർ ഡിഫറെന്റ് പർപ്പസസ് ആണ് പരമാത്മാവും ബ്രഹ്മനും. അതാണ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. Deductions from the supreme executive head. So in other words, the principal truth is exhibited in three different phases. The absolute truth, the personality of Godhead. Sri Krishna, Bhagavan, is also known as Brahman and Paramatma, although all these features are identical. So, മൂന്ന് ഫീച്ചേഴ്സും ഐഡന്റിക്കൽ ആണ്. പക്ഷെ എങ്കിലും കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷ്ണ ഈസ് ദ ഒറിജിനൽ പേഴ്സൺ. കൃഷ്ണ ഈസ് ദ സോഴ്സ് ഓഫ് ബ്രഹ്മൻ ആൻഡ് പരമാത്മ. ഇത് നമ്മൾ മനസ്സിലാക്കണം. സോ ഒറിജിനൽ ആണ് ആദ്യ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ, അല്ലേ? അതന്നെയാണ് ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ. സർവകാരണ അനാദിയാണ്, ബിഗിനിങ്ലെസ് ആണ്. ആദിർ ഒറിജിനലാണ്. ആരാണ്? ഗോവിന്ദ, കൃഷ്ണന്റെ അധിക വേറൊരു പേര്, അല്ലെ? ആൻഡ് സർവകാരണം, എല്ലാ കാരണങ്ങളുടെയും കാരണം. അത് ആ ഭഗവാൻ മൂന്ന് ഫീച്ചറിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഭഗവാനും പരമാത്മാവും ബ്രഹ്മാവിന്റെ രൂപത്തില് എന്ന് പറയും. ഏ ശ്ലോകേര അർത്ഥേ തുമി ഹൈല നിർവചന ആര ഏക സുന ഭാഗവതേര വചന. ഏ ശ്ലോകേര അർത്ഥേ തുമി ഹൈല നിർവചന ആര ഏക സുന ഭാഗവതേര വചന. ഹരേ കൃഷ്ണ. ഈ ശ്ലോകേര അർത്ഥേ തുമി ഹൈല നിർവചന ആര ഏക സുന ഭാഗവതേര വചന. ഹരേ കൃഷ്ണ. ഒരാളുകൂടി. ഹരേ കൃഷ്ണ. ഏ ശ്ലോകേര അർത്ഥേ തുമി ഹൈല നിർവചന ആര ഏക സുന ഭാഗവതേര വചന. വിവർത്തനം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഭഗവാന്റെ വാദത്തെ അവസാനിപ്പിച്ചിരിക്കുന്നു.
ഇനി ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള മറ്റൊരു ശ്ലോകം കേൾക്കൂ. The import of this verse has stopped you from arguing. Now listen to another verse of Srimad Bhagavatam. അപ്പോൾ ഈ വേഴ്സിൽ നമുക്ക് എന്താണ് അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റ് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാരണം എന്താണ്, നാരായണനാണോ സുപ്രീം, കൃഷ്ണനാണോ സുപ്രീം, വിഷ്ണു ആണോ സുപ്രീം, ഇതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇനി അത്രയും ക്ലാരിറ്റിയോട് കൂടി നമുക്ക് വീണ്ടും വീണ്ടും അത് കവിരാജ് ഗോസ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ആ ആർഗ്യുമെന്റ് നിർത്താൻ വേണ്ടി പറയാണ്. ഇനി വേറൊരു ശ്ലോകം ഞാൻ ശ്രീമദ് ഭാഗവതത്തില് കോട്ട് ചെയ്യാം എന്ന് അദ്ദേഹം പറയാണ്. എന്താണ്? ഏതേ ചാംസകലാ പുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരീ വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഏതേ ചാംസകലാ പുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരീ വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഇപ്പോൾ ഹരേ കൃഷ്ണ. ഏതേചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃദയാന്തി യുഗേ യുഗേ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. വായിച്ചു മാതാജി, വായിച്ചു. ഏതേ ജാംസകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ഹൃദയന്തി യുഗേ യുഗേ. വിവർത്തനം ഭക്തിവേദാന്ത സമയ പ്രഭാഷണ. ഈ അവതാരങ്ങളെല്ലാം പുരുഷാവതാരങ്ങളിൽ നിന്നും വരുന്ന അംശാവതാരങ്ങളോ കലാവതാരങ്ങളോ ആണ്. എന്നാൽ കൃഷ്ണൻ സാക്ഷാൽ പരമ ദിവ്യോത്തമ പുരുഷനായ സ്വയം ഭഗവാനാണ്. ഓരോ യുഗത്തിലും ഇന്ദ്രന്റെ ശത്രുക്കളാൽ ലോകം അസ്വസ്ഥമാക്കപ്പെടുമ്പോൾ അവിടുന്ന് വിവിധ അവതാരങ്ങളിലൂടെ ലോകത്തെ സംരക്ഷിക്കും. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ. All these incarnations of Godhead are either plenary portions or parts of the plenary portions of the Purusha avatars. But Krishna is the Supreme Personality of Godhead himself. In every age, he protects the world through his different features when the world is disturbed by the enemies of Indra. എന്താണ് പറയുന്നത്? എല്ലാ ഇൻകാർണേഷനും ഭാഗവതത്തിൽ 22 ഇൻകാർണേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ഇൻകാർണേഷൻ ഉണ്ട്. ഇപ്പൊ ലിസ്റ്റഡ് ഓൺലി 22, 22 അവതാരങ്ങൾ. ആ 22 അവതാരങ്ങളും ഒന്നുകിൽ പ്ലനറി പോർഷൻസ് ആണ്, അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശങ്ങളാണ്, അല്ലെങ്കിൽ അംശങ്ങളുടെ അംശങ്ങളാണ്. അതായത് അത് മാത്രമല്ല, പുരുഷ അവതാരങ്ങളുടെ അംശങ്ങൾ അല്ലെങ്കിൽ അംശങ്ങളുടെ അംശങ്ങൾ. കൃഷ്ണന്റെ ഡയറക്റ്റ് അല്ല കേട്ടോ പുരുഷാവതാരം. ആരൊക്കെയാണ് പുരുഷാവതാരങ്ങൾ? കാരണ ഉദക സായി വിഷ്ണു, ഗർഭ ഉദക സായി വിഷ്ണു, ക്ഷീര ഉസ വിഷ്ണു. എല്ലാ അവതാരങ്ങളും വരുന്നത് മിക്കവാറും ഈ പുരുഷാവതാരങ്ങളിൽ. അതിൽ മെയിൻലി ക്ഷീര ഉസായി വിഷ്ണു. പക്ഷേ കൃഷ്ണ ഇസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. എന്തിനാണ് അദ്ദേഹം ഇവിടെ സ്വയം ഇറങ്ങി വരുന്നത്? ടു പ്രൊട്ടക്ട് ദ വേൾഡ് ത്രൂ ഹിസ് ഡിഫറെന്റ് ഫീച്ചേഴ്സ് വെൻ ദ വേൾഡ് ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ ദ എനിമീസ്. അസുരന്മാര് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, അതാണ് എനിമീസ് ഓഫ് ഇന്ദ്ര. ഇന്ദ്രാരി വ്യാകുലം ലോകം. ഇന്ദ്രാരി പറഞ്ഞാൽ ഇന്ദ്രന്മാരുടെ ശത്രുക്കൾ, അസുരന്മാര്. അപ്പോ അസുരന്മാർക്ക് വിഷ്ണു ഒരു വിശ്വാസമില്ല, വിഷ്ണുവിനെ ഭജിക്കൂല. അവര് സ്വന്തം അവരുടെ ശക്തി പ്രദർശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ബ്രഹ്മാവിനെയോ അല്ലെങ്കിൽ ശിവഭഗവാനെയൊക്കെ അവർ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ആ ശക്തി ആർജിച്ചിട്ട് ഡെമിഗോഡ്സിന്, ദേവതമാരായിട്ട് യുദ്ധം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആ അവസരത്തിലാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. ഭഗവാൻ ഹി പ്രൊട്ടക്ട്സ് ദ വേൾഡ് ത്രൂ ഹിസ് ഡിഫറെന്റ് ഫീച്ചേഴ്സ് when the Lord is disturbed by the enemies of Indra. Indrari വ്യാകുലം ലോകം മൃഡയന്തി യുഗേ. ഓരോ യുഗത്തിലും യുഗാന്തരം അദ്ദേഹം അവതരിക്കുന്നു. This statement of Srimad Bhagavatam 1.3.28 definitely negates the concept that Sri Krishna is an avatara or of Vishnu or Narayana. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രീമദ് ഭാഗവതത്തിലെ പരിഭാഷ സൂത്രമാണത്. ഇതാണ് അതിന്റെ ക്രക്സ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഭാഗവതം മനസ്സിലാക്കുന്നത്. ശ്രീകൃഷ്ണ is the supreme personality of Godhead, source of everything, source of all emanations, all features, all incarnations. ഇത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലാവണം മറ്റ് ശ്ലോകങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ. Lord Sri Krishna is the original personality of Godhead, the supreme cause of all causes. This verse clearly indicates that incarnations of the personality of Godhead, such as Sri Rama, Narasimha, and Varaha, all undoubtedly belong to the Vishnu group
but all of them are either plenary portions or portions of the plenary portions of the original personality of God, it's Lord Sri Krishna. ഏതേച്ചാംശ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. സ്വയം ഭഗവാനാണ്. അപ്പോൾ അവിടെ കൃഷ്ണനെ അവതാരങ്ങളുടെ ആ കാറ്റഗറിയിലല്ല പെടുത്തിരിക്കുന്ന അവതാരിയാണ്. അതേപോലെ തന്നെ അതേ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇവിടെ അവതരിക്കുന്നു. അതും അവതാരമല്ല, അവതാരി കൃഷ്ണൻ തന്നെയാണ്. അവതാരി കൃഷ്ണൻ തന്നെ സോഴ്സ് ആണ്, സോഴ്സ് ഒറിജിനൽ. പക്ഷെ ഒരു ഭക്തന്റെ രൂപത്തിൽ വരുന്നു എന്ന് മാത്രം. സഭാവതാരേര കരി സാമാന്യ ലക്ഷണ താരാമധ്യ കൃഷ്ണ ചന്ദ്രേര കരീല ഗണനാം. സഭ അവതാരേര കരി സാമാന്യ ലക്ഷണ താരാമധ്യ കൃഷ്ണ ചന്ദ്രേര കരീല ഗണന. ഹരേ കൃഷ്ണ. സഭ അവതാരേര കരി സാമാന്യ ലക്ഷണ താരമധ്യേ കൃഷ്ണ ചന്ദ്രേര കരില ഗണന. ഹരിബോൾ. ഹരേ കൃഷ്ണ. സഭ അവതാരേര കരി സാമാന്യ ലക്ഷണ താരമധ്യേ കൃഷ്ണ ചന്ദ്രേര കരില ഗണന. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് കി ജയ്. ശ്രീമദ് ഭാഗവതം അവതാരങ്ങളുടെ പൊതുവായ ലക്ഷണങ്ങളും കർമ്മങ്ങളും വർണ്ണിക്കുകയും ശ്രീകൃഷ്ണനെ അവയിലൊന്നായി ഗണിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി ജയ്. The Bhagavatam describes the symptoms and deeds of incarnations in general and counts Sri Krishna among them. ഭാഗവതം അത് എന്താണ് വിശദീകരിക്കുന്ന ഈ എല്ലാ ഇൻകാർണേഷൻ്റെയും സിംറ്റംസും ആക്ടിവിറ്റീസും, ലക്ഷണങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസും ഇൻ ജനറൽ. അപ്പോൾ അതിൽ ശ്രീകൃഷ്ണനെയും ഒന്നായിട്ട് കണക്ക് കൂട്ടുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സുഖദേവ് ഗോസ്വാമി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. മറ്റ് ഒരു അവതാരങ്ങൾക്കും പറഞ്ഞിട്ടില്ല അല്ലേ? മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ശ്രീരാമ, അതേപോലെ ബലരാമ, ബുദ്ധ, കൽക്കി, ഒരാൾക്കും സ്വയം ഭഗവാൻ വിശേഷിപ്പിച്ചിട്ടില്ല. അപ്പോൾ മറ്റുള്ള എല്ലാ അവതാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവതാരമെടുത്ത് വന്നു. ആ 22 അവതാരത്തിൽ ഒന്നായിട്ട് വന്നു മാത്രം. പക്ഷെ ആരാണ് അത്? അവതാരമല്ല, അവതാരിയാണെന്ന് മനസ്സിലാക്കും. താപേസുത ഘോഷാനി മാനെ പാണ ബട ഭയാം യാരായ ലക്ഷണതാഹ കരീല നിശ്ചയാം. താപേസുത ഘോഷാനി മനെ പാണ ബട ഭയാം യാരായ ലക്ഷണതാഹ കരീല നിശ്ചയാം. ഹരേ കൃഷ്ണ. തബേസൂദ ഗോസ്ഥാനി മനെ പാന ബട ഭയ യാരായേ ലക്ഷണ താഹ കരീല നിശ്ചയ. ഹരിബോൾ. ഹരേ കൃഷ്ണ. താപേസൂത ഗോസാനി മാനെ പാന ഭയ ബട ഭയ യാരയ ലക്ഷണ താരെ കരീല നിശ്ചയ. Translation by Srila Prabhupada. This made Sudha Goswami greatly apprehensive. Therefore, he distinguished each incarnation by its specific symptoms. Hare Krishna. This made Sudha Goswami greatly apprehensive. Therefore, he distinguished each incarnation by its specific symptoms. Sudha Goswami, അതായത് ഇത് തെറ്റിദ്ധരിക്കും ആൾക്കാർ. അപ്പൊ അതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയത്. അതുകൊണ്ടാണ് ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് ഡിസ്റ്റിംഗ്വിഷ് ഈച്ച് ഇൻകാർണേഷൻ സ്പെസിഫിക് സിംറ്റം, ഓരോരുത്തരുടെ സിംറ്റംസ് അനുസരിച്ച് അവിടെ ആ വിവരണം തന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് വായിച്ചു പോവുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പ്രഭുപാദ് പറയുന്നത് വി ഷുഡ് സ്റ്റഡി മൈ സ്ക്രിപ്റ്റേഴ്സ്, സ്ക്രൂട്ടിനൈസിംഗ്ലി സ്റ്റഡി. വളരെ ആഴത്തിൽ ശ്രദ്ധയോടുകൂടി പഠിക്കണം. ജസ്റ്റ് നമ്മൾ നോവലോ ന്യൂസ് പേപ്പറോ മാഗസിനോ വായിക്കുന്ന പോലെ വായിച്ചു പോയാൽ ഇതും നമ്മൾക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു സീനിയർ ഡിവോട്ടിയുടെ കീഴിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. സ്വന്തം നമ്മൾ വായിച്ചു, ഞാൻ ഭഗവതം വായിച്ചു പക്ഷെ എന്താ മനസ്സിലായി ഒന്നും മനസ്സിലായില്ല, അങ്ങനെ പാടില്ല. നമ്മളത് അറ്റ്ലീസ്റ്റ്
ചിലതൊക്കെ വീണ്ടും വീണ്ടും മനസ്സിലായിട്ടും വീണ്ടും വീണ്ടും വായിക്കണം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പർപ്പോട്ട് കൊടുത്തിട്ടുണ്ട്. ആ പർപ്പോട്ട് വായിക്കുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. വെറും ട്രാൻസ്ലേഷനെല്ലാം മനസ്സിലാവില്ല. പക്ഷെ പർപ്പോട്ടിൽ പ്രഭുപാദ പല ഗ്രന്ഥങ്ങളിൽ നിന്നും പല ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കൊട്ടേഷൻസ് ഓരോ കാര്യത്തിനും അതിനെ ജസ്റ്റിഫൈ ചെയ്യാനും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പല ഗ്രന്ഥങ്ങളിൽ നിന്നും കൊട്ടേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പർപ്പോട്ട് വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റുള്ള ഭക്തന്മാരായിട്ട് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാണ് വേണ്ടത്. അങ്ങനെയാണ് ഭാഗവതം പഠിക്കേണ്ടത്. All the incarnations of Godhead are plenary portions of or parts of the plenary portions of the Purushavasaras. But the primal Lord is Sri Krishna. He is the Supreme Personality of Godhead, the fountainhead of all incarnations. ഇത് നമ്മൾ വായിച്ചു. നമ്മൾ ഈ ശ്ലോകം വായിച്ചല്ലോ. 70 വായിച്ചല്ലോ. ഇല്ല പ്രഭു, ഇല്ല. അവതാര സഭ പുരുഷേര കല അംശ സ്വയം ഭഗവാൻ കൃഷ്ണ സർവ അവതംസ അവതംസ അവതാര സഭ പുരുഷേര കല അംശ സ്വയം ഭഗവാൻ കൃഷ്ണ സർവ അവതംസ. Hare Krishna. Avatara Sabha Purushara Kala Amsha Swayam Bhagavan Krishna Sarva Avatamsha. Hare Krishna. കൃഷ്ണ അവതാര സഭ പുരുഷര കല അംശ സ്വയം ഭഗവാൻ കൃഷ്ണ സർവ അവതംസ. വിവർത്തനം ശ്രീ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. എല്ലാ അവതാരങ്ങളും പുരുഷാവതാരങ്ങളിൽ നിന്ന് വരുന്ന അംശാംശങ്ങളോ ആണ്. എന്നാൽ പരമപുരുഷനായ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ആദിമമായ ഉത്ഭവസ്ഥാനം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു. ഓൾ ദ ഇൻകാർണേറ്റ്സ് ഓഫ് ഗോഡ് ആർ പ്ലെനറി പോർഷൻസ് ഓർ പാർട്സ് ഓഫ് ദ പ്ലെനറി പോർഷൻസ് ഓഫ് ദ പുരുഷ അവതാരസ്. എല്ലാ അവതാരങ്ങളും പുരുഷ അവതാരന്റെ അംശങ്ങളോ അല്ലെങ്കിൽ അംശങ്ങളുടെ അംശങ്ങളാണ്. ഒറിജിനൽ ഭഗവാൻ കൃഷ്ണനാണ്. ഈ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ദ ഫൗണ്ടർ ഹെഡ് ഓഫ്. എന്താണ് വീണ്ടും വീണ്ടും കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇത് വീണ്ടും വീണ്ടും പല രൂപത്തിലും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം, നമ്മളുടെ ഇത് എത്ര പറഞ്ഞാലും കയറില്ല. നമ്മളുടെ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ട് എല്ലാവർക്കും, അല്ലേ? കുട്ടിക്കാലം മുതൽക്കേ കേട്ട് പഴകിയിട്ടുള്ള അതന്നെ തലയിൽ വരുള്ളൂ. അപ്പൊ അതൊന്ന് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല ആൾക്കാരും വീണ്ടും പറയും. അപ്പൊ അത് കേൾക്കും നമുക്ക് വീണ്ടും സംശയം. ഇതൊക്കെ എല്ലാം തെളിവ് സഹിതമാണ് തരുന്നത്. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി, വളരെ നന്നായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇതിനെ ആവർത്തിച്ച് പറയുന്നത്. പൂർവപക്ഷ കഹേ ത്വമാരാ ഭാലത വ്യാഖ്യാനം പരവ്യോമ നാരായണ സ്വയം ഭഗവാൻ. പൂർവപക്ഷ കഹേ ത്വമാരാ ഭാലത വ്യാഖ്യാന പരവ്യോമ നാരായണ സ്വയം ഭഗവാൻ. हरे कृष्णा. पूर्व पक्ष का है तुम्हारा भालाता व्याख्यान परव्योम नारायण स्वयं भगवान. हरे कृष्ण. ഹരേ കൃഷ്ണ. പൂർവപക്ഷ കഹേ തൊമാര ഭാലത വ്യാഖ്യാന പരവ്യോമ നാരായണ സ്വയം ഭഗവാൻ. ശ്രീലപ്രഭാതിന്റെ ഭാവാർത്ഥം. ജയ് ശ്രീലപ്രഭാത്. വിവർത്തനം. എതിർപക്ഷം ഇങ്ങനെ പറഞ്ഞേക്കാം, ഇത് നിങ്ങളുടെ വിശദീകരണമാണ്, പക്ഷെ വാസ്തവത്തിൽ പരവ്യോമത്തിലുള്ള നാരായണനാണ് സ്വയം ഭഗവാൻ. അപ്പോ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഒരു ഓപ്പണന്റെ സൈഡിൽ നിന്നിട്ട് പറയാണ്, ഓപ്പണന്റ് മേ സേ ദിസ് ഈസ് യുവർ ഇന്റർപ്രിട്ടേഷൻ, നിങ്ങളുടെ വ്യാഖ്യാനം. ബട്ട് ആക്ച്വലി ദ സുപ്രീം ലോർഡ് ഈസ് നാരായണ ഹൂ ഇസ് ഇൻ ദ ട്രാൻസെൻഡന്റൽ റെൽം. പക്ഷേ ശരിക്കും നാരായണനാണ് സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത്. അതാണ് ശരിക്കും. ഇത് നിങ്ങളുടെ ഒരു ആണെന്ന് ചില ആൾക്കാർ, അതായത് ഓപ്പണൻസ് മേ ആർഗ്യൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താണ് മറുപടി? തെൻഹ ആസി കൃഷ്ണ രൂപേ കരേണ അവതാരാം ये अर्था श्लोके देखी कि आरा विचाराम. तन्हा आशी कृष्ण रूपे करेना अवताराम ये अर्था श्लोके देखी कि आरा विचाराम. तेना आसी कृष्ण रूपे करेण अवतारा ये अर्थ श्लोका देखी कि आरा विचारा. हरे कृष्ण. हरि बोल.
കൂടി. ഹരേ കൃഷ്ണ. തെൻഹാസി കൃഷ്ണരൂപേ കരേന അവതാര ഈ അർത്ഥ ശ്ലോകേ ദേക്കിക്ക് ആരാ വിചാര. ശ്രീലപ്രഭുപാദയുടെ വിവർത്തനം. ജയ ശ്രീലപ്രഭുപാദ്. അവിടുന്ന് നാരായണൻ കൃഷ്ണ ഭഗവാനായി അവതരിക്കുന്നു. ഈ ശ്ലോകത്തിന് ഞാൻ കാണുന്ന അർത്ഥം ഇതാണ്. ഇനി മറ്റൊരു പരിഗണനയും ആവശ്യമില്ല. ഹരിബോൽ. He, Narayana, incarnates as Lord Krishna. This is the meaning of the verse as I see it. There is no need for further consideration. Narayana incarnates as Lord Krishna. അതാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിന് വേറൊരു അർത്ഥം ഇല്ല. ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദ വേഴ്സ് ആസ് ഐ സീ. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതിന് വേറൊരു കൺസിഡറേഷൻ ആവശ്യമില്ല എന്ന് അവർ വാദിക്കും. താരേക്കാഹേ കേനക്കാര കുതർക്കാനുമാന ശാസ്ത്ര വിരുദ്ധാർത്ഥ കാഭുനഹായ പ്രമാണ. താരേക്കാഹേ കേനക്കാര കുതർക്കാനുമാന ശാസ്ത്ര വിരുദ്ധാർത്ഥ കാഭുനഹായ പ്രമാണ. ഹരേ കൃഷ്ണ. താരേക്കര കുതർക്കാനുമാന ശാസ്ത്രവിരുദ്ധാർത്ഥ കബൂനഹയ പ്രമാണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താരകഹേ കേനേകര കുതർക്കാനുമാന ശാസ്ത്രവിരുദ്ധാർത്ഥ കബോ ന്യാഹയ പ്രമാണ. ശ്രീലപ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീലപ്രഭുപാദ്. ഇങ്ങനെ വഴിതെറ്റിക്കപ്പെട്ട വ്യാഖ്യാതാവിനോട് നമുക്ക് മറുപടി പറയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള അബദ്ധമായ യുക്തി നിർദ്ദേശിക്കുന്നത്? ഒരു വ്യാഖ്യാനം ശാസ്ത്രതത്വങ്ങളെ എതിർക്കുന്ന പക്ഷം അതൊരിക്കലും തെളിവായി സ്വീകരിക്കപ്പെടുകയില്ല. ഹരിബോൾ. Haribol. To such a misguided interpreter, we may reply, why should you suggest such fallacious logic? An interpretation is never accepted as evidence if it opposes the principles of scripture. അപ്പോൾ അങ്ങനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരോട് മറുപടി പറയാം. അതായത് വൈ ഷുഡ് യു സജസ്റ്റ് സച്ച് എ ഫാലിഷ്യസ് ലോജിക്. അതൊരു തെറ്റായിട്ടുള്ള ലോജിക്കാണ്. an interpretation is never accepted. ഒരാളുടെ ഇന്റർപ്രിട്ടേഷൻ അത് ശാസ്ത്ര വിപരീതമാണെങ്കിൽ ഒരിക്കലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം, പക്ഷേ ആ ഇന്റർപ്രിട്ടേഷൻ ഷുഡ് അലൈൻ വിത്ത് ദ സ്ക്രിപ്റ്റേഴ്സ്. അത് അലൈൻ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് അലൈൻ വിത്ത് ദ സ്ക്രിപ്ചറൽ പ്രിൻസിപ്പിൾസ്, പിന്നെ ആ ഇന്റർപ്രിട്ടേഷന് യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ആർക്ക് ഇത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഭക്തന് മാത്രമേ ശരിക്കും ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഭക്തനറിയാം ഭഗവാന്റെ പൊസിഷൻ, ഭഗവാൻ ആരാണ്, സിംറ്റംസ് എന്താണ് ഭഗവാന്റെ. ഇത് ഭക്തന് മാത്രമേ. ആർക്കും ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഭഗവത്ഗീത ഇന്റർപ്രിറ്റേഷൻ 600+ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഓരോ ബുക്ക് വായിച്ചാലും നമ്മൾ എല്ലാം കൺഫ്യൂഷൻ ആക്കും. അതാണ് പ്രഭുപാദ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് പറഞ്ഞിട്ട് പുസ്തകത്തിൽ ഒരു ശരിക്കും ഒരു ശുദ്ധ ഭക്തന് മാത്രമേ ശരിക്കും അത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യും. അപ്പൊ അതെല്ലാം നമ്മളെ മിസ്ഗൈഡ് ചെയ്യും. മായാവാദ ഫിലോസഫേഴ്സാണ് അത് വ്യാഖ്യാനം ചെയ്തു വെച്ചാൽ ഭഗവാനെ ഒരു ശക്തിയായിട്ട് മാത്രമേ അവിടെ മെൻഷൻ ചെയ്യുള്ളൂ. എല്ലാം ശക്തിയാണ്. ആ ഭഗവാന്റെ ആ കൃഷ്ണന്റെ ഉള്ളിലുള്ള ശക്തിയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. കൃഷ്ണന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. കൃഷ്ണൻ എന്ന വ്യക്തിയെ മാറ്റി വെച്ച് കൃഷ്ണന്റെ ഉള്ളിലുള്ള ശക്തിയെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. സോ ദാറ്റ് ഈസ് എ റോങ് ഇന്റർപ്രിട്ടേഷൻ. അതാണ് പ്രഭുപാദ എപ്പോഴും പറയുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം പരമ്പരയിലുള്ളതായിരിക്കണം. അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിൻ അസോസിയേഷൻ, സമ്പ്രദായത്തിൽ വരുന്ന ഡിവോട്ടീസിനെ കേൾക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും കൂടുതൽ ഭഗവത്ഗീത ആവശ്യം വ്യാഖ്യാനം? അതാണ് തെറ്റായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മൾ വായിക്കാൻ പാടില്ല. അത് കഴിഞ്ഞാൽ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളും മിസ്ഗൈഡഡ് ആവും എന്നാണ് പറയുന്നത്. അനുവാദം അനുക്വാതു ന വിധേയം ഉദീരയേത് നഹി അലബ്ധാസ്പദം കിഞ്ചിത് കുത്രചിത് പ്രതിഷ്ഠതി. അനുവാദം അനുക്വാതു ന വിധേയം ഉദീരയേത് നഹി അലബ്ധാസ്പദം കിഞ്ചിത്
कुत्रचित् प्रतिष्ठति. हरि बोल. हरे कृष्ण. अनुवादम् अनुक्तत्तु न विधेयम् उदीरयेत् न हि अलाहादस्पादं किञ्चित् कुत्रचित् प्रतिष्ठिताति. हरे कृष्ण. हरे कृष्ण प्रभुपाद. अनुवादम् अनुक्त्वा तु न विधेयम् उदीरयेत् न ह्यलब्धास्पदं किञ्चित् कुत्रचित् प्रतिष्ठति. വിവർത്തനം എസ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശില പ്രഭുപാദ് കി ജയ്. ഒരു വാക്യത്തിൽ കർത്താവിന് മുൻപേ കർമ്മം വരരുത്. കാരണം മതിയായ ആസ്പദമില്ലാതെ അതിന് നിലനിൽക്കാനാവാതെ വരും. Very good. One should not state a predicate before its subject, or it cannot thus stand without proper support. അപ്പോൾ നമ്മൾ നേരത്തെ പ്രവാദ പറഞ്ഞതിന്റെ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് അല്ലേ? പ്രെഡിക്കേറ്റ് സബ്ജക്റ്റിന്റെ മുമ്പ് വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. വൺ ഷുഡ് നോട്ട് സ്റ്റേറ്റ് എ പ്രെഡിക്കേറ്റ് ബിഫോർ ഇറ്റ് സബ്ജക്ട്, or it cannot thus stand without proper support. So this rhetorical rule appears in the Ekadashi Tattva, 13th canto, in connection with the metaphorical use of the words. An unknown object should not be put before the known subject, because the object has no meaning if the subject is not first given. അറിയാത്ത ഒരു ഒബ്ജക്റ്റിനെ അത് അറിയുന്ന സബ്ജക്റ്റിന് മുമ്പ് വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഒബ്ജക്റ്റ് ഹാസ് നോ മീനിങ് ഇഫ് ദ സബ്ജക്ട് ഈസ് നോട്ട് ഫസ്റ്റ് ഗിവൺ. ആ ഒബ്ജക്റ്റിന് അർത്ഥം നമുക്ക് മനസ്സിലാവില്ല, സബ്ജക്റ്റ് എന്താണ് ആദ്യം കൊടുത്തിട്ടില്ലെങ്കിൽ എന്നാണ് ഇത്, അതാണ് ഇവിടെ പറയുന്നത്. സോ അനുവാദന കഹിയ ന കഹി വിധേയാം, ആകെ അനുവാദ കഹി പശ്ചാത് വിധേയാം. അനുവാദ ന കഹിയ ന കഹി വിധേയാം, ആകെ അനുവാദ കഹി പശ്ചാത് വിധേയാം. अनुवाद न कहिया न कही विधेया, आगे अनुवाद कही पश्चात विधेया. हरे कृष्ण. ഹരേ കൃഷ്ണ. അനുവാദ ന കഹിയ ന കഹി വിധേയ, ആകെ അനുവാദ കഹി പാശ്ചാത് വിധേയ. ശ്രീല പ്രഭുപാദയുടെ വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദ്. കർത്താവിനെ പ്രസ്താവിക്കാത്ത പക്ഷം ഒരു കർമ്മത്തെയും ഞാൻ പ്രതിപാദിക്കുന്നതല്ല. ഞാൻ ആദ്യം പറയേണ്ടത് ആദ്യവും പിന്നീടുള്ളത് പിന്നീടും പറയുന്നു. ഹരിബോൾ. ഹരിബോൾ. ഇവിടെ ഗ്രാമറ്റിക്കൽ റൂളാണ് ഇവിടെ പറയുന്നത്. ഇഫ് ഐ ഡു നോട്ട് സ്റ്റേറ്റ് എ സബ്ജക്ട്, ആദ്യം സബ്ജക്ട് എന്താണ്, സബ്ജക്ട് മാറ്റർ, അതിനെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാണ്ട് പ്രെഡിക്കേറ്റിന് അതിനെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ ചെയ്യാറില്ല. ഇഫ് ഐ ഡു നോട്ട് സ്റ്റേറ്റ് എ സബ്ജക്ട്, ഐ ഡു നോട്ട് സ്റ്റേറ്റ് എ പ്രെഡിക്കേറ്റ്. ഫസ്റ്റ് ഐ സ്പീക്ക് ദ ഫോർമർ ആൻഡ് ദെൻ ഐ സ്പീക്ക് ദ റൈറ്റർ. ആദ്യത്തെ ആദ്യം, പിന്നത്തെ പിന്നീട്. അപ്പൊ ആ ഒരു ഗ്രാമറ്റിക്കൽ റൂൾ ഇവിടെ പറഞ്ഞു തരാണ്. അപ്പൊ അതാണ് എന്തുകൊണ്ടാണ് ഇതെങ്ങനെ പറഞ്ഞു തരുന്നത്. കാരണം ഇവിടെ ഒരു വാദം, നാരായണനാണോ കൃഷ്ണനാണോ സുപ്രീം എന്നുള്ള വാദം. ഓക്കെ, അപ്പൊ അതിന്റെ കെയർ ഓഫിലാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. വിധേയ കഹിയേ താരേ യേ വസ്തു അജ്ഞാതാം, അനുവാദ കഹി താരേ യേ ഹയജ്ഞാതാം. വിധേയ കഹിയേ താരേ യേ വസ്തു അജ്ഞാതാം, അനുവാദ കഹി താരേ യേ ഹയജ്ഞാതാം. हरे कृष्ण. विधेय कहिए तारे ये वस्तु अज्ञात, अनुवाद कही तारे ये इह यज्ञात. हरे कृष्ण. ഹരേ കൃഷ്ണ. വിധേയ കഹിയെ താരേ ഏ വസ്തു അജ്ഞാത, അനുവാദ കഹി താരേ ഏ ഹയജ്ഞാത. ശ്രീല പ്രഭുപാദയുടെ വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദ്. ഒരു വാചകത്തിന്റെ കർമ്മം അനുവാചകൻ അറിവില്ലാത്തതാകുന്നു, എന്നാൽ കർത്താവ് അവന് അറിവുള്ളതാണ്. ഹരിബോൾ. Haribo. The predicate of sentence is what is unknown to the reader, whereas the subject is what is known to him. Predicate വായനക്കാർക്ക് അറിയില്ല, പക്ഷെ സബ്ജക്റ്റ് അറിയാം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിനെ ആദ്യം മെൻഷൻ ചെയ്താലാണ് പ്രെഡിക്കേറ്റിന്റെ ഒരു റിലവൻസ് നമുക്ക് മനസ്സിലാവും. വീണ്ടും വീണ്ടും അതായത് നമ്മളെ പഠിപ്പിച്ചു തരാണ്. Predicate of a sentence is what is unknown to the reader, whereas the subject is what is known to him. Okay.
അതാണ് പറയുന്നത്. യാചക ഹി യേ വിപ്ര പ്രമാണ പരമ പണ്ഡിത വിപ്ര അനുവാദ ഇഹാര വിദ്യേഹ പാണ്ഡിത്യ. യാചക ഹി യേ വിപ്ര പരമ പണ്ഡിത വിപ്ര അനുവാദ ഇഹാര വിധേയ പണ്ഡിത പാണ്ഡിത്യ. ഹരേ കൃഷ്ണ. യെസ്. യാചക ഹി യേ വിപ്ര പരമ പണ്ഡിത വിപ്ര അനുവാദ ഇഹാര വിധേയ പണ്ഡിത്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐച്ഛകാഹിയൈ വിപ്ര പരമ പണ്ഡിത വിപ്ര അനുവാദ ഇഹാര വിധേയ പാണ്ഡിത്യ. വിവർത്തനം എസ് സി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശില പ്രഭുപാദ് കി ജയ്. ഉദാഹരണത്തിന് ഈ വിപ്രൻ ഒരു മഹാപണ്ഡിതനാണ്. ഈ വാചകത്തിൽ വിപ്രനാണ് കർത്താവ്, കർമ്മം അവന്റെ പാണ്ഡിത്യവും. ഹരേ കൃഷ്ണ. Okay, very good. For example, we may say this Vipra is a greatly learned man. In this sentence, the Vipra is the subject and the predicate is his erudition. ഉദാഹരണത്തിന് പറയാണ് Vipra, a scholar, learned man. That is the എന്താണത് സബ്ജക്റ്റ് Vipra. And erudition, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, അതാണ് predicate. Okay. This person is very loyal. Okay. Ramesh is very loyal. Loyal is, what is that predicate? Ramesh is the subject. അപ്പോ ഇവിടെ അത് പ്രകാരം നമ്മൾ മനസ്സിലാക്കണം എന്ന് വീണ്ടും പറയാം. വിപ്രത്വാവ്യഖ്യാത താര പാണ്ഡിത്യാജ്ഞാത അതയേവ വിപ്രാഗേ പാണ്ഡിത്യ പശ്ചാത്ത. വിപ്രത്വാവ്യഖ്യാത താര പാണ്ഡിത്യാജ്ഞാത അതയേവ വിപ്രാഗേ പാണ്ഡിത്യ പശ്ചാത്ത. ഹരേ കൃഷ്ണ. വിപ്രത്വ വാക്യാദ താര പാണ്ഡിത്യ അജ്ഞാത അതേവ വിപ്ര ആഗേ പാണ്ഡിത്യ പശ്ചാത്ത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചു മാതാജി, വായിച്ചു. വിപ്രത്വ വിഖ്യാത താര പാണ്ഡിത്യാജ്ഞാത അദയേവ വിപ്ര ആഗേ പാണ്ഡിത്യ പശ്ചാത്ത. വർത്തനം എസ് സി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശില പ്രഭുപാദ് കി ജയ്. ആ മനുഷ്യൻ ഒരു വിപ്രനാണെന്നത് അറിയപ്പെടുന്നതാണ്, എന്നാൽ അവന്റെ പാണ്ഡിത്യം അജ്ഞാതമാണ്. അതുകൊണ്ട് ആദ്യം വ്യക്തിയെ പരിചയപ്പെടുത്തുകയും പിന്നീട് അയാളുടെ പാണ്ഡിത്യത്തെ കുറിച്ച് പറയുകയുമാണ് വേണ്ടത്. ഹരേ കൃഷ്ണ. The man's being a Vipra is known, but his erudition is unknown. Therefore, the person is identified first and his erudition later. Vipra പണ്ഡിതനാണെന്ന് അറിയാം, അപ്പൊ എന്തില് പണ്ഡിതനാണ് അതറിയില്ല. He is a Vipra, he is a learned scholar. Scholar may be in science, maybe in different faculties. അപ്പോ അതാണ് ഇവിടെ ഒന്നുകൂടി ക്ലാരിറ്റിയോട് പറഞ്ഞത്. Therefore, person is identified first and his erudition later. തായ്ച ഇൻഹാവതാര സഭാഹൈലജ്ഞാത കാര അവതാര ഏ വസ്തു അവിജ്ഞാത. തായ്ച ഇൻഹാവതാര സഭാഹൈലജ്ഞാത കാര അവതാര ഏ വസ്തു അവിജ്ഞാത. ഹരേ കൃഷ്ണ. അവതാര സഭൈലജ്ഞാത കര അവതാര വസ്തു അവിജ്ഞാത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തൈച്ചൈൻഹാവതാര സഭഹൈലജ്ഞാത കാര അവതാര വസ്തു അവിജ്ഞാത. ശ്രീലപ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീലപ്രഭുപാദ്. ഇതേ വിധത്തിൽ ഈ അവതാരങ്ങളെല്ലാം നേരത്തെ അറിയപ്പെട്ടിരുന്നു, എന്നാൽ അവ ആരുടെ അവതാരങ്ങളാണെന്നത് അജ്ഞാതമായിരിക്കുന്നു. ഹരിബോൽ. എന്താണ് ഇത്രയും പറഞ്ഞത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം എന്ത് വേണം? ആദ്യം സബ്ജക്റ്റിനെ അറിഞ്ഞാലാണ് എൻ്റെ പ്രെഡിക്റ്റ് കാര്യമുള്ളൂ. ലോയലാണ്, ആര് ലോയലാണ് നമുക്കറിയില്ല. സോ ആൻഡ് സോ ഈസ് ലോയൽ. ഓക്കെ. ആർ ഗുഡ്, ആരാണ് ഗുഡ് അറിയില്ല, ഹി ഓർ ഷീ അറിയില്ല. അപ്പോൾ ഇതെല്ലാം കൃഷ്ണനും നാരായണനും തമ്മിലുള്ള വ്യത്യാസം, അവതാരം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും
ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഈ ശ്ലോകങ്ങളിലൂടെ കവിരാജ് ഗോസ്വാമി നമുക്ക് പറഞ്ഞു തന്നത്. ഇൻ ദ സെയിം വേ ഓൾ ദീസ് ഇൻകാർണേഷൻസ് വെർ നോൺ. എല്ലാ ഇൻകാർണേഷൻ നമുക്കറിയാം, മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, ഇതെല്ലാം അറിയാം. ബട്ട് ഹൂസ് ഇൻകാർണേഷൻ ദേ ആർ അൺനോൺ. ആരുടെ ഇൻകാർണേഷൻ അറിയില്ല. എല്ലാവരും പറയും നാരായണ എന്ന് പറയും അല്ലേ? അല്ല, പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. ഈ ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മളൊരു മിസ്ഗൈഡഡ് ഒരു മിസ്കൺസെപ്ഷനിലാണ് നാരായണന്റെ അവതാരമാണ് ഇവരെല്ലാം. അങ്ങനെയാണെങ്കിൽ നാരായണസ്തു ഭഗവാൻ സ്വയം പറയണമായിരുന്നു, പറഞ്ഞില്ല. കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. അപ്പൊ ആ നാരായണനും വൈകുണ്ഠത്തിൽ നാരായണനും അല്ലെങ്കിൽ വിഷ്ണു, ഇതെല്ലാം ഭഗവാന്റെ പോർഷനാണ്. അവതാരങ്ങളെല്ലാം ആ വിഷ്ണുവിന്റെ അല്ലെങ്കിൽ പുരുഷാവതാരങ്ങളുടെ പോർഷനാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഈ ഉദാഹരണങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. ഏതേ ശബ്ദേ അവതാരേര ആകെ അനുവാദം പുരുഷേര അംശപാച്ചേ വിദ്യ സംവാദം. ഏതേ ശബ്ദേ അവതാരേര ആകെ അനുവാദം പുരുഷേര അംശപാച്ചേ വിദ്യ സംവാദം. ഹരേ കൃഷ്ണ. ഏതേ ശബ്ദേ അവതാരേര ആകെ അനുവാദ പുരുഷര അംശപാച്ചേ വിധേയ സംവാദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതേ ശബ്ദേ അവതേര ആകെ അനുവാദ പുരുഷേര് അംശപാച്ചേ വിധേയ സംവാദ. ശ്രീലപ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീലപ്രഭുപാദ്. ആദ്യം ഏതേ അല്ലെങ്കിൽ ഇവർ എന്ന വാക്ക് കർത്താവിനെ അല്ലെങ്കിൽ അവതാരങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. പിന്നീട് പുരുഷാവതാരങ്ങളുടെ സമഗ്ര വിസ്തരണങ്ങൾ എന്നത് പ്രതിപാദനമായി പിന്തുടരുന്നു. ഹരിബോൾ. First, the word ete, these, establishes the subject, the incarnations. Then plenary portions of the Purushavasaras follows as predicate. അപ്പോൾ നമുക്ക് തറോ ഉണ്ടാവും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. The word ete, etech amsha, കലാപുംസ, അതെന്താണ്? സബ്ജക്റ്റിനെ മെൻഷൻ ചെയ്യുന്നു, the incarnation. Then the plenary portions of the Purushavasaras follows as a predicate. Taiche Krishnavatara Bhitare Hailatnyada Tanhara Visheshajnana Se Avijnada. Taiche Krishnavatara Bhitare Hailatnyada Tanhara Visheshajnana Se Avijnada. ഹരേ കൃഷ്ണ. തൈച്ച കൃഷ്ണ അവതാര ഭിതാരെ ഐലജ്ഞാത തൻഹാര വിശേഷ ജ്ഞാന സേയി അവിജ്ഞാത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തൈച്ചേ കൃഷ്ണ അവതാര പിതരേ ഹൈലജ്ഞാത താൻഹാര വിശേഷ ജ്ഞാന സേയി അവിജ്ഞാത. വിവർത്തനം എസി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശിലപ്രഭുപാദ് കി ജയ്. ഇതേ വിധത്തിൽ കൃഷ്ണൻ ആദ്യം അവതാരങ്ങളിൽ ഒന്നായി ഗണിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ കുറിച്ചുള്ള വിശേഷ ജ്ഞാനം അജ്ഞാതമായിരുന്നു. ഹരേ കൃഷ്ണ. In the same way, when Krishna was first counted among the incarnations, specific knowledge about him was still unknown. അപ്പോൾ അതില് കൃഷ്ണനെയും അവതാരങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ആ സ്പെസിഫിക് പോർട്ട്ഫോളിയോ, ആ സ്പെസിഫിക് നോളജ് അത് അറിയില്ലായിരുന്നു, സ്റ്റിൽ അൺനോൺ. അതയേവ കൃഷ്ണ ശബ്ദ ആകെ അനുവാദ സ്വയം ഭഗവത്താ പീछे വിദ്യേയ സംവാദ. അതയേവ കൃഷ്ണ ശബ്ദ ആകെ അനുവാദ സ്വയം ഭഗവത്താ പീछे വിദ്യേയ സംവാദ. ഹരേ കൃഷ്ണ. അഥൈവ കൃഷ്ണ ശബ്ദ ആകെ അനുവാദ സ്വയം ഭഗവത പിച്ചേ വിധേയ സംവാദ. ഹരേ കൃഷ്ണ. കൃഷ്ണ. അതയേവ കൃഷ്ണ ശബ്ദ ആകെ അനുവാദ സ്വയം ഭഗവത പിച്ചേ വിധേയ സംവാദ. വിവർത്തനം ശ്രീ എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ് കി ജയ്.
അതുകൊണ്ട് ആദ്യം കൃഷ്ണൻ എന്ന വാക്ക് കർത്താവായും അതിനെ പിന്തുടർന്ന് അവിടുന്നിനെ ആദിമൂലമായി വർണ്ണിക്കുന്ന വിശേഷകവും വരുന്നു. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി ജയ്. Therefore, first the word Krishna appears as subject, followed by the predicate describing him as the original personality. Krishna stu Bhagavan Swayam. Or Krishna subject, predicate എന്താണ്? സ്വയം ഭഗവാൻ, ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഇറ്റ് കൃഷ്ണേര സ്വയം ഭഗവത ഇഹ ഹൈലസാധ്യ സ്വയം ഭഗവാനേര കൃഷ്ണത്വ ഹൈലഭാദ്യ. കൃഷ്ണേര സ്വയം ഭഗവത ഇഹ ഹൈലസാധ്യ സ്വയം ഭഗവാനേര കൃഷ്ണത്വ ഹൈലഭാദ്യ. ഹരേ കൃഷ്ണ. കൃഷ്ണേര സ്വയം ഭഗവത ഇഹ ഹൈലസാധ്യ സ്വയം ഭഗവാനേര കൃഷ്ണത്വ ഹൈലബാധ്യ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. കൃഷ്ണര സ്വയം ഭഗവത ഇഹ ഹൈലസാധ്യ സ്വയം ഭഗവാനേര കൃഷ്ണത്വ ഹൈലബാധ്യ. വിവർത്തനം. എസ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശില പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണൻ ആദ്യമൂലമാണെന്ന് മേൽപ്പറഞ്ഞ രീതിയിലുള്ള വാക്യഘടന സ്ഥാപിക്കുന്നു. അതിനാൽ സ്വയം ഭഗവാൻ അനിവാര്യമായും കൃഷ്ണൻ തന്നെയാണ്. ഹരേ കൃഷ്ണ. This establishes that Sri Krishna is the original personality of Godhead. The original personality of Godhead is therefore necessarily Krishna. ഇത്രയും പറഞ്ഞിട്ട് കവിരാജ് ഗോസ്വാമി പറയാണ്, എസ്റ്റാബ്ലിഷ് ആണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, സോഴ്സ് ഓഫ് ഓൾ അവതാരാസ്, ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, പിന്നെ അബ്സല്യൂട്ട് ട്രൂത്ത്, പരമസത്യം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. ദ ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഇസ് ദെയർഫോർ നെസസറി കൃഷ്ണ. അതുകൊണ്ട് കൃഷ്ണൻ അല്ലാണ്ട് വേറെ ആരും ആവില്ല. എന്തുകൊണ്ടാണ് ഇത്ര വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ഡീറ്റെയിൽ ആയിട്ട് പലതരത്തിലും പല സൈഡിൽ നിന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം? കാരണം ഈ സംശയം എല്ലാവരിലും ഉണ്ട്, എല്ലാവരും ആദിക്കും. അപ്പൊ നമുക്കിത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഒരാള് സംശയം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെ പൂർണ്ണ പുരുഷോത്തം ഭഗവാനായിട്ട് കാണുന്നത്? എന്തുകൊണ്ട് വിഷ്ണു അല്ല, എന്തുകൊണ്ട് നാരായണനല്ല? അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഈ നോളജ് നമുക്ക് വേണം. അപ്പോൾ അത് വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മളെ പഠിപ്പിച്ചു തരാണ്. അപ്പോൾ നമ്മളുടെ ആദ്യം നമ്മൾ കൺവിൻസ് ആയാലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ശ്ലോകങ്ങളിലൂടെ നമുക്കത് പറഞ്ഞു തരുന്നത്. ഇനി നമുക്കത് മനസ്സിലായി. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർക്ക് സംശയം ഉണ്ടെങ്കിൽ അതിന് വളരെ ക്ലാരിറ്റിയോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതാണ് ഇവിടുത്തെ ഇത് എമംഗ് വിഷ്ണു തത്വാസ്. ഇത് പിന്നെയും ഈസിയാണ്. പക്ഷേ വേറെ ചില ആൾക്കാർ ആർഗ്യൂ ചെയ്യും, എന്തുകൊണ്ട് ഗണപതി സുപ്രീം അല്ല, എന്തുകൊണ്ട് ഹനുമാൻ സുപ്രീം അല്ല, എന്തുകൊണ്ട് അയ്യപ്പൻ സുപ്രീം അല്ല, എന്തുകൊണ്ട് ശിവഭഗവാൻ സുപ്രീം അല്ല, അല്ലെങ്കിൽ ബ്രഹ്മാവ് സുപ്രീം? ആ ചോദ്യങ്ങൾ ഇതിലും ബുദ്ധിമുട്ടാണ്. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതിലും ബുദ്ധിമുട്ടാണ്. എല്ലാവരെയും ഒരേപോലെ വ്യത്യസ്തമായിട്ടുള്ള രൂപമാണ്. ഭഗവാൻ ഒന്നാണ്. ഗണപതിയും ഹനുമാനും അയ്യപ്പനും അല്ലെങ്കിൽ ശിവനും ദേവിയും ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുന്നില്ല, എല്ലാം ഒരാളാണെന്ന്. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എവിടെ നിന്നാണ് കിട്ടുക? നമുക്ക് ഭഗവത്ഗീത എന്ന് കിട്ടാം. ഭഗവത്ഗീതയില് ആ തത്വങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വിചാരിക്കുമ്പോൾ എല്ലാം ഒരേ രൂപമാണ്. കാരണം എല്ലാം ഒരേ ഭഗവാന്റെ വ്യത്യസ്ത രൂപം, വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി അവർ വ്യത്യസ്ത രൂപങ്ങൾ എടുത്തു എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ക്ലാരിറ്റി വേണം. ആരാണ് ഡെമിഗോഡ്സ്, ആരാണ് സുപ്രീം ലോർഡ്, ആരാണ് വിഷ്ണു തത്വ, ആരാണ് ജീവതത്വ, ശക്തി തത്വ, ശിവതത്വ. ഈ തത്വങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഇതുകൊണ്ടാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി തൻ്റെ അഭിപ്രായമല്ല അവിടെ പറയുന്നത്. ഇത് പല ഗ്രന്ഥങ്ങളിൽ നിന്നും അതിൻ്റെ എസൻസ് നമുക്ക് പറഞ്ഞു തരാണ്. നമ്മള് ഉപനിഷത്തുകളോ അല്ലെങ്കിൽ മറ്റ് പുരാണങ്ങളോ മറ്റ് വേദങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അതിൻ്റെ എസൻസ്, അതെല്ലാം
ഇവിടെ ഇതിൽ കൂടെ ഈ ചരിതാമൃതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാണ്. നമ്മളുടെ ആ ഒരു മിസ്കൺസെപ്ഷൻ മാറിയാൽ മാത്രമല്ലേ നമുക്ക് അത് ഉൾക്കൊള്ളാനും അത് അതേപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ. ഇത് എല്ലാവർക്കുള്ളതാണ്. ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ആ ഡിവോട്ടീസിന് മാത്രമേ ഈ ക്ലാരിറ്റിയോട് കൂടിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് ഈ ക്ലാരിറ്റി ഇല്ല. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മറ്റുള്ള അഥവാ ഉണ്ടെങ്കിൽ തന്നെ ട്രാൻസ്ലേഷൻ ടൈം ഡീറ്റെയിൽ പർപ്പോർട്ട് ഇല്ല. പ്രഭുപാദ നമുക്ക് അത്രയും ഉറക്കമൊഴിച്ച് രാത്രി 2 മണിക്കൂറൊക്കെ ഉറങ്ങി ബാക്കിയെല്ലാം ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് തന്നു, ഇത്രയും ഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയും? വെറും ട്രാൻസ്ലേഷൻ മാത്രമാണെങ്കിൽ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഓടിച്ചു പോകും, നമ്മൾ ഓടിച്ച് വായിച്ചു പോകും, മനസ്സിലാവില്ല. അതുകൊണ്ട് പർപ്പോർട്ട് കാരണമാണ് നമുക്ക് ഇതെല്ലാം ഇത്രയും ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹരേ കൃഷ്ണ. സൈറ്റി ഫോർ അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരൂപേച്ച കൃപാസിന്ധുഭ്യോ വച്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद। हरे कृष्णा।